SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തഹസിൽദാർ. സ്കൂളുകളിലെ NSS, NCC, സ്കൗട്ട് വളണ്ടിയർമാരെ നൽകണമെന്നാണ് ആവശ്യം. വളണ്ടിയേഴ്സിന്റെ പേരുവിവരങ്ങൾ പട്ടികയായി നൽകാനാണ് നിർദ്ദേശം. എന്നാൽ തഹസിൽദാറിന്റെ നിർദ്ദേശത്തിനെതിരെ അധ്യാപകർ രംഗത്തെത്തി. പരീക്ഷാകാലത്ത് കുട്ടികളെ ഇതേപോലുള്ള ജോലികളിൽ ഏർപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കരുത് എന്നാണ് HSTA പറയുന്നത്. ഗോപാൽ ശിലാസനിലുണ്ട്. ഗോപാൽ, BLOമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി അവരുടെ ജോലി ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾ വളണ്ടിയർമാരുടെ സഹായം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ BLOമാർ ഈ സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നുള്ള വാർത്ത ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. 2, പരീക്ഷാക്കാലമാണ്, ഡിസംബർ വരാൻ പോകുന്നു, ക്രിസ്മസിന്റെ പരീക്ഷ എടുക്കുന്ന സമയം. അതിനിടയിൽ വിദ്യാർത്ഥികൾ ഈ വോളണ്ടിയർ വർക്കിന് പോയാൽ അവരുടെ പഠനത്തെ അത് ബാധിക്കും എന്നാണോ അധ്യാപകർ പറയുന്നത്? തഹസീൽദാറിന്റെ കത്തിനോട് അനുകൂല മറുപടി ഇല്ലേ? ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകർ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം അതാണ്. പരീക്ഷാക്കാലത്ത് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം കൂടി വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൃശ്ശൂർ ചാവക്കാട് തഹസീൽദാർ പുറത്തിറക്കിയ കത്തും അതോടൊപ്പം തന്നെ കോഴിക്കോട് ERO ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ERO പുറത്തിറക്കിയ കത്തുമാണ്. ഈ കത്തുകളിൽ പറയുന്നത് സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. അതിൻ്റേതായിട്ടുള്ള എന്യൂമറേഷൻ ഫോം വിതരണവും അതോടൊപ്പം തന്നെ അത് തിരിച്ചു വാങ്ങിയത് ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന നടപടികളും വേഗത്തിൽ പുരോഗമിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ വേഗം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കുന്നതിനും അവരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടി ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ നൽകണം എന്നതാണ് അതാത് പ്രിൻസിപ്പൽമാർക്ക് ഈ നൽകിയിരിക്കുന്ന കത്തുകളിൽ പറയുന്നത്. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സൗഹൃദ ക്ലബ്ബ് അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ നൽകാൻ സഹായിക്കണം, അല്ലെങ്കിൽ നൽകണം എന്നതാണ്, അവരുടെ സേവനം ഉറപ്പാക്കണം എന്നതാണ് ഈ നോട്ടീസുകളിൽ പറയുന്നത്. ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ, മേൽവിലാസം, അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ എന്നിവ ലിസ്റ്റാക്കി ഈ തഹസീൽദാർക്കും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട EROമാർക്കും കൈമാറണമെന്നും ഈ കത്തുകളിൽ പറയുന്നുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോലിഭാരമില്ല BLOമാർക്ക് എന്ന് ആവർത്തിക്കുമ്പോഴും ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ വഴി അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയത്ത് മറുവശത്ത് ഡിസംബർ 15-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അത് വിദ്യാർത്ഥികൾക്ക് വലിയ സമ്മർദ്ദം ഇതിനിടയിൽ ഉണ്ടാക്കുമെന്ന ആരോപണവും ഉയർന്നു. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികളെ വോളണ്ടിയർമാരായിട്ട് കിട്ടുമെന്നുള്ള മോഹം പൊലിയുകയാണോ എന്നുള്ളതാണ്. BLOമാർ പറഞ്ഞത് ശരിയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിന് റവന്യൂ അധികാരികളെ നിയോഗിക്കുക, അതല്ലാതെ മറ്റെന്താ കാര്യം? അപ്പം തെരഞ്ഞെടുപ്പോ നമ്മൾ പറഞ്ഞു SIR ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താൻ. ഇതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് SIR കൊണ്ടുവയ്ക്കും, തെരഞ്ഞെടുപ്പ് നടത്തണം, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും കിട്ടാനില്ല, സ്കൂൾ വിദ്യാർത്ഥികളെ പിടിച്ചാണ് SIR നടത്തുന്നത്. സാർ, ഈ കാര്യമൊക്കെ നേരത്തെ അറിയാമായിരുന്നത് ഒരു 6 മാസം മുമ്പ് നടത്തിക്കൂടെ? അതല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്നാൽ പോലെ? ഇതിനിടയിൽ ഇത് കൊണ്ടുവച്ചുകൊണ്ടല്ലേ ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്? വിവരക്കേടെന്നല്ലാതെ എന്ത് പറയാം?